അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ക്യാരറ്റ് അതിന്റെ തൊലിയെല്ലാം ഒന്ന് പീൽ ചെയ്ത് മാറ്റിയിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി, തീരെ ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി കട്ട് ചെയ്തെടുത്ത ക്യാരറ്റ് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് വേവിച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ക്യാരറ്റ് ഒന്ന് വേവിച്ച് സോഫ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ ക്യാരറ്റ് എല്ലാം വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഇത് ചൂടാണ്. ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് പൊടിപൊടിയായിട്ട് ചിരകിയെടുത്ത 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ചിരകി എടുക്കുന്ന സമയത്ത് അതിന്റെ വെള്ള ഭാഗം മാത്രം എടുക്കുക, ബ്രൗൺ ഭാഗം എടുക്കരുത്. അപ്പൊ നമ്മൾ തേങ്ങ ചിരകി എടുക്കുന്ന സമയത്ത് കുറച്ച് വലിപ്പമുള്ള എടുക്കുന്ന തേങ്ങയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ടൈം കുറച്ചിട്ടിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഇതിന്റെ നിറം ഒന്നും മാറാൻ പാടില്ല, വെള്ള കളറിൽ തന്നെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ തേങ്ങയിലുള്ള ഈർപ്പൊക്കെ മാറി ഇതാ ഡ്രൈ ആയി റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നല്ല ചൂടാണ്, ചൂട് മാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇപ്പൊ റോസ്റ്റ് ചെയ്തെടുത്ത തേങ്ങയുടെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി മിക്സിയില് ഡ്രൈ ആയിട്ടുള്ള ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പൊ ദാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് പൊടിച്ചിട്ടെടുക്കാം. ഇപ്പൊ നമ്മൾ വേവിച്ചെടുത്ത ക്യാരറ്റിന്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ക്യാരറ്റ് വേവിച്ചെടുത്തപ്പോൾ കുറച്ച് വെള്ളം ബാക്കിയുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളമൊക്കെ വരുള്ളൂ. ആ വെള്ളത്തോടു കൂടി തന്നെ ഈ ചൂട് മാറിയ ക്യാരറ്റ് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് 250 ml കപ്പിന് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയിലും റെഡിയാക്കി എടുക്കാം. കുറച്ചും കൂടെ നല്ലതും കാണാൻ ഭംഗിയും പഞ്ചസാരയിൽ ചെയ്തിട്ട് എടുക്കുമ്പോഴാണ്. ഇനി ഒരു 1/4 കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവറിന് പകരം വറുത്ത പച്ചരിപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടെ നല്ല ഗ്ലേസിക്കും കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്, 1/4 കപ്പ് കോൺഫ്ലവർ. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. കട്ടകളൊന്നുമില്ല, നല്ല സ്മൂത്ത് ആയിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് വേവിച്ചെടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് അരച്ചെടുക്കാൻ പറ്റും. ക്യാരറ്റ് അടിച്ചെടുക്കുന്ന സമയത്ത് ഫ്ലേവറിന് വേണ്ടിയിട്ട് 2-3 ഏലക്ക ഇട്ടിട്ട് അടിച്ചെടുത്താലും മതി. ഇനി നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഒരു 2 ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. 2 ഡ്രോപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇത് തികച്ചും ഓപ്ഷനിലാണ്, വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. വീഡിയോക്ക് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓർഗാനിക് ഫുഡ് കളറാണ്. ഇനി ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പൊ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചെടുത്ത ക്യാരറ്റ് ഒരു പാനിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കൂടി പോകരുത്. 2 നുള്ളു ചേർത്ത് കൊടുത്തിട്ട് കൈവിടാതെ മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ നമ്മൾ എണ്ണയോ നെയ്യോ ബട്ടറോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇതുപോലെ തിളച്ച് കുറുകി വരുന്ന സമയത്ത് ചെറിയ ചെറിയ കട്ടകൾ പോലെ തോന്നും. നല്ലതുപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് കട്ടകളെല്ലാം മാറിക്കോളും. കൈവിടാതെ ഇളക്കി കൊടുത്താൽ മതി. നല്ലതുപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. ഇനി ഈ ഒരു സമയം ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഏലക്കയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാരറ്റ് അടിച്ചെടുത്ത സമയത്ത് ഏലക്ക ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. വാനില എസൻസ് ചേർക്കുന്ന കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമുണ്ടാവും. വീണ്ടും ഇളക്കി കൊടുത്തോണ്ടേയിരിക്കാം. പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തും കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. കട്ടകളെല്ലാം മാറി ഇതുപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പുളിപ്പ് രസം കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഒരുപാടൊന്നും വേണ്ട. സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. പാനിൽ നിന്ന് വിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലതുപോലെ തിളച്ച് ഇതുപോലെ കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. പാനിൽ നിന്ന് വിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു രീതിക്ക് വേണം റെഡിയാക്കി എടുക്കാൻ. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം. ഇപ്പം ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ചെറിയൊരു ചൂടുണ്ട്. ഇനി ഇതുപോലത്തെ കുഴിയുള്ള ഒരു സ്പൂൺ എടുക്കുക. ഇതിൽ നിന്നും 1 സ്പൂണ് അങ്ങ് എടുക്കാം. അപ്പോൾ 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കാം.
ഒരു നെയ്യ് തടവിയ സ്പൂണുണ്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിലുണ്ടോ ഇതുപോലെ ഒന്ന് നല്ലോണം ഒന്ന് ലെവൽ ചെയ്യാം. ഇനി ഇത് കൈ ഒന്ന് നനച്ചതിന് ശേഷം ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. ജസ്റ്റ് ചൂട് മാറിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തിട്ടെടുക്കുക. ചൂട് നല്ലതുപോലെ മാറുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. ഈ ഒരു രീതിക്ക് റെഡിയാക്കി എടുക്കുക. ഇനി ഇത് നമ്മൾ തയ്യാറാക്കി വെച്ച ഡെസിക്കേറ്റഡ് കോക്കനട്ടിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതിന്റെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഇപ്പം എല്ലാം ഡെസിക്കേറ്റഡ് കോക്കനട്ടിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിന്റെ നടുവിലായിട്ട് ഏതെങ്കിലും നട്ട്സ് വെച്ച് കൊടുക്കാം. ഇനി ഇത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഉറച്ചു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്കൂപ്പ് ചെയ്താണ് ഇതാ കഴിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല അടിപൊളിയായിട്ടിരിപ്പുണ്ട്. ഇതാ സ്പൂണ് തൊടുമ്പോൾ തന്നെ നല്ല സ്കൂപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ക്യാരറ്റ് വെച്ചിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്